ഇതുവരെ നമ്മൾ പഠിച്ചതിൽ എയും ആനും സൗണ്ടിൻ്റെ ബേസിസിൽ എവിടെയാണ് വരേണ്ടതെന്ന് പഠിച്ചു. പിന്നെ ഒരു നൗണിനെ ജനറലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് പഠിച്ചു. പിന്നെ ഒരു നൗണിൻ്റെ ക്വാണ്ടിറ്റീനെ ഒന്നെന്നുള്ള ബേസിസിൽ ക്വാണ്ടിറ്റീനെ പറയാനായിട്ട് കണ്ടു. ഇനി എയും ആനെന്ന ആർട്ടിക്കിൾ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഐ ഹാവ് എ ബാഗ്സ്. എനിക്കൊരു ബാഗുകളുണ്ട്. ഈ സെൻറ്റൻസിൽ ബാഗ്സ് ആണ് ഇവിടെ നൗൺ. അത് വെറും നൗൺ അല്ല, അത് പ്ലൂറലാണ്. എനിക്ക് ഒരു ബാഗ് ഉണ്ടെന്ന് പറയാനാണെങ്കിൽ ഐ ഹാവ് എ ബാഗ്. എനിക്കൊരു ബാഗ് ഉണ്ടെന്ന് പറയാം. എനിക്ക് ബാഗുകൾ ഉണ്ടെന്ന് പറയാനാണെങ്കിൽ ഐ ഹാവ് ബാഗ്സ് എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. എ എന്ന് പറഞ്ഞ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പ്ലൂറലായിട്ട് വരുന്ന നൗണിൻ്റെ കൂടെ എ എന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ ഐ ലവ് എ നിവിൻ-പോളി. എനിക്കൊരു നിവിൻ-പോളിനെ ഇഷ്ടമാണ് എന്നാണ് സെൻറ്റൻസിൻ്റെ മീനിങ്. ശരിക്കും ഐ ലവ് നിവിൻ-പോളി എന്ന് പറയുന്നതാണ് ഈ സെൻറ്റൻസ് കറക്റ്റ്. ഇവിടെ എ എന്നൊരു ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. നിവിൻ-പോളി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ ഐ ലവ് നിവിൻ-പോളി എന്ന് പറയുന്നതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇൻകറക്റ്റാണ്. അത് അതിൻ്റെ ആവശ്യമില്ല. കാരണം പ്രോപ്പർ നൗണിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഷീ ഈസ് ലിവിങ് ഇൻ ആൻ ഇന്ത്യ. അവളൊരു ഇന്ത്യയിലാണ് താമസിക്കുന്നത് എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ഇവിടെ ഇന്ത്യയാണ് നൗൺ. നമുക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ രാജ്യമാണ്. ആ ഒരൊറ്റ രാജ്യത്തിന് ആൻ എന്ന ആർട്ടിക്കിൾ വെച്ച് അതിൻ്റെ മുമ്പിൽ പറയേണ്ട ഒരു ആവശ്യമില്ല. അതുകൂടാണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ നൗണാണ്. ഈ പ്രോപ്പർ നൗണിൻ്റെ കൂടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഷീ ഈസ് ലിവിങ് ഇൻ ഇന്ത്യ. ഇതാണ് കറക്റ്റ് സെൻറ്റൻസ്. ലാസ്റ്റ് സെൻറ്റൻസ് നോക്കിയാൽ ഗീവ് മീ വാട്ടർ. എനിക്കൊരു വെള്ളം തരും. ഇതാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. ഇവിടെ വാട്ടറാണ് നൗൺ. വാട്ടർ എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ നൗണാണ്. അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ല. ഗീവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മൾ ഒരിക്കലും അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ച് പ്ലൂറൽ നൗൺസിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്തത്, പ്രോപ്പർ നൗണിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്ത്, അതേപോലെ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്ത്. അതേപോലെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.